ഇത്രയും മീനുകൾ ഇന്ന് രാത്രി ഞങ്ങൾ പിടിച്ചതാ. അപ്പൊ ലക്ഷദ്വീപിൽ വന്ന് രണ്ടാമത്തെ രാത്രി ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി. അത് നിങ്ങൾക്കും ഞങ്ങൾക്കും മാത്രമല്ല, ഇവിടെ ആര് വന്നാലും ഇവരെ കൂടെ പോയാൽ മതി. BMW ഹണ്ടേഴ്സ് അല്ലേ, നൈറ്റ് ഹണ്ടിങ്. ഇത് രാത്രി പോയി ഞങ്ങൾ പിടിച്ചാണ്. ഒന്ന് കാണിച്ചു കൊടുത്തേ. ജീവനുള്ള മീന് കുത്തിപ്പിടിക്കാണ്. നമുക്ക് തന്നെ കൂടെ പോയി നമുക്ക് തന്നെ ഒരുമിച്ച് ചെയ്യാൻ വരും ഉണ്ടാവും കേട്ടോ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൂർ പാരറ്റ്, പിന്നെ റെഡ് സ്നാപ്പർ ഉണ്ട്, വൈറ്റ് സ്നാപ്പർ ഉണ്ട്, പിന്നെ ചമ്മ എന്ന് പറഞ്ഞിട്ട് ഇതാണ്ടാ, ഇത് ചമ്മ എന്ന് പറഞ്ഞ മീനാണ്. പിന്നെ നമുക്ക് വൈറ്റ് സ്നാപ്പർ. അപ്പൊ ഇതൊക്കെ എന്ത് ഞങ്ങൾ ഗ്രില്ലാക്കും, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെങ്ങനെ നമ്മൾ പിടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഗ്ലാസ് വെച്ച് തരും. നമുക്ക് അതിൽ ശ്വാസമൊക്കെ കിട്ടും കറക്റ്റായിട്ട്. നമ്മൾ മുങ്ങി നിന്നിട്ട് ഇവർ നമ്മളെ കൂടെ വന്നിട്ട് ഇതിനെ കുത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ മീനിനെയും പിടിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലൈവായിട്ട് നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന മീനാണ് ഇതാ ഇത്രയും. നമുക്ക് പറഞ്ഞാൽ വിശ്വാസമാവില്ല, കാരണം നമ്മൾ ഡയറക്റ്റ് അത് എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇത് കണ്ടതാ ഇപ്പോഴും ജീവൻ പോകാത്ത മീനുകളാണ്. പിടിച്ച് നേരെ വന്നിട്ട് ഇതാ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഇത് ഗ്രില്ല് ചെയ്ത് അടിപൊളി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞങ്ങൾ ആ പിടിച്ചു കൊണ്ടുവന്ന മീനാണിത്. ഞങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇനി എന്തോന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാ. ഇനിയിപ്പോ ഗ്രില്ല് ചെയ്ത് കഴിക്കണമെന്ന് കാണുമ്പോ കൊതി ഉണ്ടാവും എന്ന് എനിക്കറിയാം. എങ്കിലും ഇത് കാണിച്ചു തരാതിരിക്കാൻ എനിക്ക് വഴിയില്ല. ഞങ്ങൾ ആ പിടിച്ച മീനാ അത്. ഐസില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. മീനിന്റെ മുകളിലേക്ക് ലേശം ചെറുനാരങ്ങ ഇങ്ങ് പിഴിഞ്ഞ് വെച്ചിട്ട് എന്നിട്ട് എന്നിട്ട് കുറച്ച് ഇത് ഇങ്ങോട്ട് നുല്ല. ലേശം ചപ്പാത്തി, നല്ല ദാൽ കറി കിട്ടോ, അതും കൂടെ. വാവ്, നമ്മൾ ഗ്രില്ല് ചെയ്ത മീനായത്. ഇത് അമൂറാണ്. ഇതിന്റെ പേരെന്തുവാ? പാരറ്റ് ഫിഷ്. ഇവിടെ മാത്രം കാണുന്ന ഒരു മീനാന്ന് തോന്നുന്നു. ഇത് വെജിറ്റേറിയൻ ആണല്ലോ, അതുകൊണ്ട് പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ. മറ്റു മീനുകളെ കൊത്തി കഴിക്കൂല. അവൻ കൂട്ടിയാട്ടാണ് ഇരിക്കുന്നത്. ഇതുമാതിരി എക്സ്പീരിയൻസ് കിട്ടണത് ഇവിടെ തന്നെ കിട്ടുള്ളൂ. അങ്ങോട്ട് വന്നോളൂ കേട്ടോ.